സ്തുതിക്കുന്നു. ഒന്ന് കരയോർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പ്രത്യേകകാലം ഇന്ന് പകൽക്കാലത്തിൽ പ്രബോധനത്തിൻ്റെ ടൈമാണ്. നമ്മുടെ സങ്കീർത്തനത്തിലൂടെ നമ്മൾ 51-ാം സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു അല്ലേ. പ്രബോധനത്തിൻ്റെ സമയമാണ്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ദൈവാത്മാവ് എന്നോട് ചില ആലോചനകൾ പറയുവാനിടയിൽ തീർന്നു. അതിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ. Praise the Lord. സങ്കീർത്തനം നമ്മൾ സഭയായി വായിപ്പാനിടയിൽ തീർന്നു. അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ആ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനം എന്നാണ്. ദാവീദ് ആരായിരുന്നു? ദാവീദ് ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്നു. ദാവീദാകുന്നു ദാവീദ് രാജാവാകുന്നു ഈ സങ്കീർത്തനം എഴുതുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് തൻ്റെ ലംഘനം ഏറ്റുപറയുന്ന ഒരു രാജാവ്, തൻ്റെ ലംഘനം ഏറ്റുപറയുന്ന ഒരു രാജാവിനെ കുറിച്ചാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനത്തിലൂടെ ആ രാജാവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജാവ് ആരാകുന്നു? സൈന്യങ്ങളുടെ യഹോവ ആകുന്നു നമ്മുടെ രാജാവ്. മാത്രവുമല്ല അവൻ്റെ പുത്രനാകുന്ന ക്രിസ്തു യഹൂദന്മാർക്ക് രാജാവായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ രാജാവ് ആരാകുന്നു? യഹൂദന്മാരുടെ രാജാവാകുന്നു. രാജാവാകുന്നു യേശു. എന്നാൽ ആ യേശുവിൻ്റെ ഹല്ലേലൂയ കൊടിപ്രദേശത്ത് തന്നെയാകുന്നു ദാവീദ് ജനിപ്പാനിടയെ തീർന്നത്. ഹല്ലേലൂയ. ആ വംശപാരത്തിൽ പെട്ടവനാകുന്നു യേശുവിൻ്റെ ഹല്ലേലൂയ. ആ വംശാവലിയിൽ യേശു ലോകത്തിൽ ജനിച്ച ആ വംശാവലിയിൽ ഉൾപ്പെട്ടവനാകുന്നു ദാവീദും. ഹല്ലേലൂയ. ആ ദാവീദ് ഭക്തൻ ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിട്ട് ദൈവം ദാവീദിനെ തിരഞ്ഞെടുപ്പാനിടയായി തീർന്നു. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ദൈവവുമായിട്ട് നടന്നൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ലംഘനം ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ, ഭക്തനാകുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു ലംഘനം കടന്നു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തേക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ലംഘിക്കാത്തവർ നമ്മൾ ആരുമില്ല. നമ്മളൊക്കെയും ലോകത്തിൻ്റെ നടുവിൽ പലപ്പോഴും ലംഘിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവന് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും എന്നുള്ളതാകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദൈവഭക്തനാകുന്ന ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവാകുന്ന ദാവീദ് ഇവിടെ പറയുകയാണ്. 51-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ പറയുന്നത്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ. ദാവീദ് ഭക്തൻ പറയാണ്, ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ. അത് എൻ്റെ മേലൊരു ഭാരമായിരിക്കുകയാണ്. ആ ലംഘനം, ആ പാപം എൻ്റെ മേൽ ഉണ്ടായിരിക്കുന്ന പാപം അത് കടിച്ചോപ്പായിരിക്കണേ, അത് മായ്ച്ച് കളയണമേ എന്ന് ഭക്തൻ പറയാണ്. പിന്നെയും പറയണ, ദൈവമേ ഹല്ലേലൂയ. പിന്നെയും പറയുകയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. പിന്നെ ഈ 3 പറയുന്നത്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു.
എന്ന് ഭക്തൻ പറയാണ്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മളിൽ എത്ര പേർ നമ്മുടെ ലംഘനത്തെ അറിയും? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ സമ്മതിക്കുകയാണ്, ആമേൻ, എൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ആരോടാകുന്നു ഏറ്റുപറയുന്നത്? ദൈവത്തോട് പറയുക. നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവാകുന്ന ദൈവത്തോട് പറയുക. പറയുമ്പോൾ നമ്മുടെ ലംഘനങ്ങൾക്ക് ദൈവമെന്ന കർത്താവ് പരിഹാരം നൽകുവാനിടയായിത്തീരും. അങ്ങനെ ഒരുവൻ ലംഘനങ്ങളെ, തൻ്റെ പാപങ്ങളെ, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങളെയും ലംഘനങ്ങളെയും ഏറ്റുപറയാതിരുന്നാൽ അവരുടെ ജീവിതത്തിൽ ശുഭം വരത്തില്ല. അനർത്ഥം കയറി വരും, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കയറി വരും. ആമേൻ. പാപം ഏറ്റുപറയാത്ത, ലംഘനങ്ങളെ ഏറ്റുപറയാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ആമേൻ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, പെരുവെള്ളം കവിഞ്ഞു വന്നാൽ പെരുവെള്ളം മൂടിക്കളയും. എന്നാൽ ഏറ്റുപറഞ്ഞവൻ്റെ ജീവിതത്തിൽ പെരുവെള്ളം കടന്നു വരുമ്പോൾ അത് പെരുവെള്ളം അവനെ മുക്കിക്കളയത്തില്ല. തീച്ചൂള കയറി വരും, തീച്ചൂള അവനെ മുക്കിക്കളയത്തില്ല. ആമേൻ. ഏറ്റുപറയണ ദൈവം കരുണ കാണിച്ച് അവനെ പിന്നെയും രക്ഷിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആയതുകൊണ്ടാകുന്നു അവിടെ ഭക്തൻ ദൈവത്തോട് പറയും, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഇങ്ങനെ അറിയുന്ന ഒരു രാജാവ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, രാജാവിനെയാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇങ്ങനെ ഇന്നത്തെ രാജാക്കന്മാർ, ഭൂതലത്തിലുള്ള ഭൂസീമാവാസികളുടെ നടുവിലുള്ള രാജാക്കന്മാരുടെ നടുവിൽ, വർണ്ണങ്ങളുടെ നടുവിൽ, ഭാഷകളുടെ നടുവിൽ, ഗോത്രങ്ങളുടെ നടുവിൽ, കുലങ്ങളുടെ നടുവിലുള്ള രാജാക്കന്മാർ എത്ര പേര് തങ്ങളുടെ ലംഘനങ്ങളെ അറിയുന്നു? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മനുഷ്യൻ്റെ മനുഷ്യനിൽ മാത്രമാണ് ഈ ലംഘനവും പാപവും ഒക്കെ ഉള്ളത്. എന്നാൽ മറ്റുള്ള ഒന്നിൽ, ദൈവസൃഷ്ടിയിൽ മറ്റുള്ള ഒന്നിലും ലംഘനമില്ല. സൂര്യൻ ലംഘനമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സൂര്യൻ. ചന്ദ്രൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ചന്ദ്രൻ ലംഘിക്കുന്നില്ല. ചന്ദ്രനെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സൂര്യന് അപ്രകാരം, ആമേൻ, നക്ഷത്രങ്ങളെ അപ്രകാരം, അത് ലംഘിക്കാതെ കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. സമുദ്രം അങ്ങനെ തന്നെയാണ്. ആഴങ്ങൾ ഭൂമിയിൽ, ആമേൻ, 3% സമുദ്രമാണ്, വെള്ളമാണ്. ആമേൻ. എന്നാൽ കരയിൽ അത് കടന്നുകൂടാതെ വണ്ണം ദൈവം ഒരു അതിർവ് അനുഭവിച്ചിരിക്കുകയാണ്. അത് കടന്നുകൂടെ ഇതുവരെ അതിൻ്റെ സമുദ്രം എത്ര ഗർഭിച്ച് എഴുന്നേറ്റ് നിന്ന് സുനാമി തിരമാലകൾ പൊക്കി ഇനി വന്നാലും നീ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞ ദൈവം ഒരു അതിർവ് അനുഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ലംഘിക്കാതെ വണ്ണം സമുദ്രം, ഹല്ലേലൂയ, ലംഘിക്കാതെ വണ്ണം, ആമേൻ. നേരെ മറിച്ച് സമുദ്രം ലംഘിച്ചാലോ, സമുദ്രം ഞാൻ ലംഘിക്കും, ദൈവകൽപ്പന ലംഘിക്കും, ഞാൻ ഇവിടെ കിടക്കത്തില്ല, ഞാൻ കരയിൽ കയറി മനുഷ്യനെ എല്ലാവരും, അവൻ ഭൂമിയെ കരയെ മൂടുമെന്ന് പറഞ്ഞാൽ മനുഷ്യന് ദോഷം വരും. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ദോഷം വരും. ദൈവമക്കൾക്ക് ദോഷം വരും. ആയതുകൊണ്ട് അവരെ ലംഘിക്കാതെ കൊണ്ട് അവരെ നിർത്തിയിരിക്കുകയാണ്. സൂര്യൻ പറയാണ് ഞാൻ ഭൂമിയിലേക്ക്, എനിക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ശാശ്വതം നിൽക്കാനൊന്നും പറ്റില്ല, ഞാൻ എല്ലായിടത്തും തോന്നിവാസം ചെയ്യും, ഞാൻ ലംഘിക്കും, നിന്റെ കൽപ്പനയെ അനുസരിക്കത്തില്ല. ആമേൻ. അങ്ങനെ സൂര്യൻ തോന്നിയതുപോലെ കറങ്ങിക്കൊണ്ട് കിടന്നാൽ നമുക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ചന്ദ്രൻ എങ്ങനെ കറങ്ങിക്കൊണ്ട് കിടന്നാൽ, നക്ഷത്രങ്ങൾ കറങ്ങിക്കൊണ്ട് കിടന്നാൽ നമ്മുടെ ഭൂമിയിലോട്ടൊക്കെ വന്ന് വീഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറ്റത്തില്ല. ഹല്ലേലൂയ. ആയതുകൊണ്ട് ലംഘനം, ലംഘനം വലിയ ദോഷമാണ്. ലംഘനം വലിയൊരു ദോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാകുന്നു ഈ ലംഘനങ്ങൾ ദൈവത്തോട് പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ ലംഘനം ഉണ്ടായാൽ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചിട്ടല്ല നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഭൂസീമവാസികളുടെ, നമ്മുടെ ഭൂതലത്തിൽ നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. എന്നാൽ ഇപ്രകാരം എങ്ങനെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ ലംഘനം ഉണ്ടായത്? ദാവീദിന്റെ ജീവിതത്തിൽ ലംഘനം എങ്ങനെയാണ് ഉണ്ടായത്? ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ, ഹല്ലേലൂയ, ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ഒരു ലംഘനം ഉണ്ടായി. ആ ലംഘനത്തെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? എന്താണ് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ലംഘനം? ദൈവത്തിനാകുന്ന ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ ലംഘനം എന്താണ്? അന്യവന്റെ ഭാര്യയെ അപഹരിക്കുവാൻ വേണ്ടി അന്യനെ കൊന്ന് അന്യന്റെ ഭാര്യയെ അപഹരിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവ് ദൈവത്തോട് നടക്കുന്നവൻ എങ്കിൽ തന്നെയും മനുഷ്യനാണ്, ചിലപ്പോൾ തെറ്റിപ്പോകും, അവൻ ചിലപ്പോൾ ലംഘിച്ചു പോകും. അങ്ങനെ അന്യവൻ്റെ ഭാര്യയെ അപഹരിക്കുവാൻ വേണ്ടി അന്യനെ കൊന്ന് അവൻ്റെ ഭാര്യയെ കൈവശപ്പെടുത്തി എന്നുള്ള, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഒരു വലിയ പാപം. അത് ദൈവസന്നിധിയിൽ, ആമേൻ, ദൈവത്തോടു കൂടെ നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ലംഘനമാണ്. അത് ദൈവം ക്ഷമിക്കപ്പെടണം. ദൈവം, ആമേൻ, ആ പാപത്തിൻ്റെ കുറ്റം മോചിപ്പിച്ച് കൊടുക്കണം.
അല്ലെങ്കിൽ അവന് ശുഭം വരത്തില്ല. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കയറുവാനിടയെ തീരും. ആയതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിയുന്ന ഇസ്രായേലിൻ്റെ ഹല്ലേലൂയ രാജാവായിരിക്കുന്ന ദാവീദ് ദൈവത്തോട് ഏറ്റുപറയുവാനിടയിൽ തീർന്നു. ആമേൻ. അതേ കർത്താവേ, എൻ്റെ അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ പാപങ്ങളെ മോചിച്ചു തരണമേ, എൻ്റെ പാപങ്ങളെ കഴുകി നന്നായി ശുദ്ധീകരിക്കണമേ. ഒരു ഇസ്രായേലിന്റെ രാജാവിന് പറയുവാൻ കഴിയും, ദൈവമക്കൾക്കായിരിക്കും നമ്മൾക്ക് മുഴുവനും പറയാൻ കഴിയും. എന്നാൽ ദൈവസന്നിധി ഇല്ലാത്ത എത്രയോ പേർ ഭൂതലത്തിൽ പാർക്കുന്നുണ്ട്. ദൈവമക്കളെ, ഭൂതലത്തിൽ പാർക്കുന്ന ഒത്തിരി രാജാക്കന്മാരുണ്ട്. അവർക്ക് പറയാൻ കഴിയുമോ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു തരണമേന്ന്? അവരാരോട് പറയും? എങ്ങനെ പറയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 32 സങ്കീർത്തനത്തിന്റെ 1 മുതൽ വായിക്കും. 32 സങ്കീർത്തനത്തിന്റെ 1 മുതൽ ഒന്ന് വായിച്ചാലും സിസ്റ്റർ ആരെങ്കിലും ഒന്ന്. 32 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 1 മുതൽ വായിക്കുന്ന ഇപ്രകാരം പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി നിരക്കാത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയുടെ ഏറ്റുപറയൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് ഭക്തൻ പറയുകയാണ്. ഇത് പകൽക്കാലത്ത് നമുക്ക് എത്ര പേർക്ക് നമ്മുടെ പാപത്തിൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറയാൻ കഴിയും? നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് എത്ര പേർക്ക് നമുക്ക് ഏറ്റുപറയുവാൻ കഴിയും ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് എത്ര പേർക്ക് ഏറ്റുപറയാൻ കഴിയും കഴിഞ്ഞ കാലത്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ലംഘനത്തെ ദൈവം ക്ഷമിക്കത്തില്ല കേട്ടോ. ലംഘനം ക്ഷമിക്കണമെങ്കിൽ ദൈവത്തോട് കർത്താവേ, ഞാൻ ഇനി ആരോടും ലംഘിക്കത്തില്ല, ആരെയും അപകരിക്കത്തില്ല, ആരെയും ഞാൻ മോഹിച്ച് ആരുടെ വസ്തുവകൾ എടുക്കത്തില്ല, അടുത്തവൻ്റെ അയൽവക്കക്കാരൻ്റെ, നമ്മുടെ സഹോദരൻ്റെ ആടുമാടുകളെ മോഷ്ടിക്കത്തില്ല, അവനോടൊന്നും അവനെ ദോഷപ്പെടുത്തത്തില്ല, ദോഷം പറയത്തില്ല, ശപിക്കത്തില്ല, വഞ്ചിക്കത്തില്ല, അപമാനിക്കത്തില്ല, ദ്രോഹം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലത്ത് പിന്നെയും വേറെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകാനാഗ്രഹം. കഴിഞ്ഞ കാലത്തിൽ ഹല്ലേലൂയ ഇറാഖ് പ്രസിഡന്റ്, കഴിഞ്ഞ കാലത്തിൽ ഇറാഖ് യുദ്ധം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇറാഖ് യുദ്ധം ഞാൻ രാജാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ ഇസ്രായേലിന്റെ രാജാവ് തൻ്റെ അകൃത്യത്തെ ഏറ്റു പറഞ്ഞു ദൈവത്തോട്. അത് ഇസ്രായേലിന്റെ രാജാവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, വേറെ രാജാക്കന്മാർക്കാരും പറയാൻ കഴിയത്തില്ല. ഇസ്രായേലിന്റെ രാജാവ് ദൈവത്തോട് നടന്നവനായതുകൊണ്ട് അവന് പറയാൻ കഴിഞ്ഞു, എൻ്റെ അകൃത്യം വായിച്ചു തരണമെന്ന്. കഴിഞ്ഞ കാലത്തിൽ ഗൾഫ് യുദ്ധം ഉണ്ടായി. ചില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് യുദ്ധം ഉണ്ടായി. ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് അവിടെ ഭരിച്ചിരുന്ന ഇറാഖിന്റെ രാജാവ് സദാം ഹുസൈൻ ഒരു രാത്രി കൊണ്ട് തൻ്റെ സൈന്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് സമീപത്തുണ്ടായിരുന്ന കുവൈറ്റിനെ കൈവശപ്പെടുത്തുവാനിടയിൽ തീർന്നു. കുവൈറ്റിന്റെ അതിൻ്റെ അതിർത്തികളെ ലംഘിച്ച്, അവൻ്റെ അതിർത്തിയെ പൊളിച്ച്, അവരുടെ രാജ്യത്തിലെ ലംഘിച്ച് അവരെ രാജ്യത്തിൽ കയറി അവരെ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാനിടയിൽ തീർന്നു. അതൊരു ലംഘനമാണ്. നമ്മുടെ ഇറാഖ് പ്രസിഡന്റിന് ഇറാഖിൽ അവിടെ താമസിച്ചാൽ മതി, അവരെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നേരെ മറിച്ച് ഇറാഖ് പ്രസിഡന്റ് അടുത്ത ഭൂമി കൂടെ തട്ടിയെടുക്കുവാൻ വേണ്ടി തൻ്റെ പട്ടാളത്തെ ചേർത്ത് അടുത്ത രാജ്യത്തിലേക്ക് അധിനിവേശം ചെയ്യുവാനിടയിൽ തീർന്നു. അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഇറാഖ് കുവൈറ്റിനെ പിടിച്ചെടുത്തു. അങ്ങനെ അത് നിമിത്തം കുവൈറ്റിലെ രാജാവും ജനവും ലോകത്തോട് നിലവിളിപ്പാനിടയിൽ, ആരെങ്കിലും അതിന് ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അങ്ങനെ അമേരിക്ക ഇടപെട്ടു. അമേരിക്കയും സഖ്യകക്ഷികളും ഇടപെട്ടത് നിമിത്തം ഹല്ലേലൂയ അന്ന് ഇറാഖ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്, ഇറാഖുകാരുടെ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് കുവൈറ്റിനെ വിടുവിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ലംഘനത്തിൽ നിന്ന് അവരെ വിടുവിച്ചെടുപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അത് ഒത്തിരി അമേരിക്കയും ഇറാനുമായിട്ട് ഒത്തിരി യുദ്ധമൊക്കെ ഉണ്ടാകുവാനിടയിൽ തീർന്നു. ആ യുദ്ധത്തിന്റെ അനന്തരഫലമായി സദാം ഹുസൈൻ ആകുന്നു ഇതൊക്കെ ചെയ്തത്. സദാം ഹുസൈൻ അമേരിക്കയായിട്ട് ഒത്തിരി കോപിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ കോപിച്ചിട്ട് സദാം ഹുസൈന് ചാരപ്രവർത്തകരെ, ഭീകരപ്രവർത്തകരെ, ബിൻ ലാദനെ, ഹല്ലേലൂയ
അമേരിക്കയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണോ? ഹല്ലേലൂയ. സദാം ഹുസൈൻ്റെ ലംഘനം ഹൃദയത്തിൽ നിന്ന് ലംഘിക്കുകയാണ്. ഞാൻ അവൻ അടി കൊടുക്കും, അമേരിക്കയ്ക്ക് അടി കൊടുക്കും, എന്നെ വന്ന് അടിച്ചത് കൊണ്ട് അവന് ഞാൻ അടി കൊടുക്കും. വേർഡ് ട്രേഡ് സെൻറ്റർ അടിക്കാൻ വേണ്ടി ലാദാൻ അയച്ചു. ലാദാൻ ചെന്ന് വേർഡ് സെൻറ്ററിൽ ചെന്ന് അവിടെ ചെന്ന് അടിക്കുകയാണ്. അവിടെ ചെന്ന് അടിച്ചു. ട്രേഡ് സെൻറ്റർ അങ്ങനെ അമേരിക്കയിലെ തകർത്തിടുവാനായിട്ട്. അതൊരു ലംഘനമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമേരിക്കക്കാർ നോക്കിയപ്പോൾ കാണാം, ആരാകുന്നു ഈ അക്രമമൊക്കെ ചെയ്തെന്ന് നോക്കിയപ്പോൾ കാണാം, തെരഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ സദാമാണ് ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ഈ സദാമിൻ്റെ അടുക്കൽ പിന്നെയും ഇവിടെ അമേരിക്ക വരുവാനിടയിൽ തീർന്നു. ഇവിടെ ഭരണമാറ്റമൊക്കെ ചെയ്തു. ഒത്തിരി ജോലി അവിടെ ചെയ്യേണ്ടി വരുവാനിടയിൽ തീർന്നു. എന്തിനേറെ പറയേണ്ടു, അടുത്ത കാലത്തായിട്ട് അങ്ങനെ പ്രൈസ് ദി ലോർഡ് അവിടെയുള്ള സദാം ഹുസൈന് വിചാരിക്കുമോ, ഞാൻ ചെയ്ത ലംഘനമാണ്, അന്യവൻ്റെ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് യുദ്ധവും ഞങ്ങളുടെ നാശമൊക്കെ വന്നതെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. സമ്മതിക്കാതെ തങ്ങളുടെ ലംഘനങ്ങളെ ലംഘിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇസ്രായേലിലേക്ക് ഹല്ലേലൂയ അറബി കാട്ടറബികൾ എന്ന് തന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹസയിലുള്ള അറബികൾ ഹല്ലേലൂയ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിൻ്റെ അതിരുകളെ പൊളിച്ച് അതിൻ്റെ അകത്ത് കയറി അവിടെയുള്ളവരെയൊക്കെ പിടിച്ച് കൊണ്ടുപോകാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ളവരെയൊക്കെ കുറേ പേരെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവിടെയുള്ളവരെ കുറേ പേരെ ബദ്ധനാക്കി കൊണ്ടുപോകുവാനിടയിൽ തീർന്നു എന്നാണ് ദൈവവചനം. കുറെ പേര് ബദ്ധനാക്കി കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അത് ലംഘനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ രാജാക്കന്മാർക്ക് ആർക്കും ഈ പ്രകാരം തങ്ങളുടെ ലംഘനത്തെ ദൈവത്തോട് പറയുകയോ ഏറ്റുപറയുകയോ തങ്ങൾ ചെയ്യുന്ന ലംഘനമാണെന്ന് സമ്മതിക്കുകയോ ചെയ്യത്തില്ല. തങ്ങൾ ചെയ്യുന്ന എന്തോ പുണ്യപ്രവൃത്തി എന്നാണ്. അന്യവനെ ഉപദ്രവിക്കുന്നത്, തന്നെ അന്യവന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത്, അത് നല്ലതെന്നാണ് അറബികൾ പറയുന്നത്. എന്താണ്? 10 കെട്ടിയാൽ 10 കെട്ടണം. കല്യാണം 10 വരെ കല്യാണം കഴിക്കണമെന്ന്. 10 കെട്ടിയില്ലെങ്കിൽ പന്നിക്ക് പറഞ്ഞവരെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇറാഖിലേക്ക് അധിനിവേശം ചെയ്യുവാനിടയിൽ തീർന്നു. ഇറാഖിലേക്കല്ല, ഇസ്രായേലുകാര് തന്നിമിത്തം ഇസ്രായേലിൽ വന്നവര് ഹല്ലേലൂയ ഇസ്രായേലിനെ ലംഘിച്ചപ്പോൾ അസയിൽ വന്ന് അസയെ നശിപ്പിക്കാനിടയിൽ തീർന്നു. അതിനെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? ദൈവം പറയുന്ന ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തെ വചനം ഒന്ന് എടുത്ത് വായിച്ചാൽ, ആമോസിന്റെ പുസ്തകം പ്രൈസ് ദി ലോർഡ്. ആമോസിന്റെ പുസ്തകം ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഗസയെ കുറിച്ച് പറയുന്നത്, ഗസയെ കുറിച്ചുള്ള പ്രവചനം ഇപ്രകാരമാണ്. 6 മുതൽ വായിക്കുമ്പോൾ പറയാം, ഞാൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം പിടിച്ചുകൊണ്ട് പോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീയയക്കും, അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇന്ന് ഗസയില് ദൈവം ഗസയുടെ അക്രമ നിമിത്തം, ഗസയുടെ ഹല്ലേലൂയ ലംഘന നിമിത്തം, ഗസയിൽ വാഴുന്ന അവിടെ വാഴുന്ന രാജാക്കന്മാർ നിമിത്തം, അതിനെ ഭരിക്കുന്ന രാജാക്കന്മാർ നിമിത്തം ഗസ നശിച്ചു പോകാനിടയത്. അവർ ലംഘന നിമിത്തമാണ് നശിച്ചു പോയത്. നേരെ മറിച്ച് അവരെ ലംഘനങ്ങളെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചെയ്യുന്നത് അന്യവനെ ഉപദ്രവിക്കുക, അന്യവന്റെ ഭൂമിയിൽ കയറി അവരെ അടിച്ച് നശിപ്പിക്കുന്നത്, അവരെ ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുവരുന്നതൊക്കെ ലംഘനമാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ
ഹല്ലേലൂയ. ദൈവം അവരോട് കരുണ കാണിപ്പാനിടയത്. ഇത് ആമേൻ പുണ്യപ്രവൃത്തി എന്നാണ് അവർ പറയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവരുടെ നടുവിൽ തീ അയക്കും, നിന്ന് ഗസ നശിച്ചു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഗസ നശിച്ചു പോയിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കരവോർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരുന്നത്? ഇറാനിലുമായിട്ട് ഹല്ലേലൂയ അവരുടെ അതിക്രമം നിമിത്തം ഹല്ലേലൂയ ആമേൻ നിമിത്തം അവിടെയുള്ള അറബികൾ ഹല്ലേലൂയ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അതിക്രമത്തിന് നിൽക്കുകയാണ്, ലംഘിക്കാൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലംഘനത്തിന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള അറബികളൊക്കെ പറയുന്നത്, അറബി നാട്ടുകാർ പറയുന്നത്, അറബി പുസ്തകങ്ങൾ പറയുന്നത്, അറബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരുഭൂമി എന്നാണ്. അറബി എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ്. മരുഭൂമിയിൽ പാർക്കുന്ന ഈ അറബികൾ, ഹല്ലേലൂയ, ഈ മരുഭൂമി ആരാണ് ഉണ്ടാക്കിയത്? സാത്താനാണ് മരുഭൂമിയെ ഉണ്ടാക്കിയത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ തോട്ടമായിരുന്നു ഈ മരുഭൂമിയൊക്കെയും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ആദിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഹല്ലേലൂയ അവിടെ വെച്ച് അവൻ ദൈവസന്നിധി ലംഘനം ചെയ്യുവാനിടയെത്തുന്നു, ലംഘിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ലംഘനം ചെയ്തു. അവനെ വെട്ടി താഴെയിട്ടു. അവൻ വന്ന് ദൈവത്തിൻ്റെ തോട്ടത്തെ മരുഭൂമിയാക്കി തീർത്തു. ആ മരുഭൂമിയിൽ പാർക്കുന്ന അറബികളാണ് ഇപ്പോൾ മൊത്തം ലംഘനം ചെയ്യുന്നോണ്ടിരിക്കുന്നത്. ലംഘിക്കുകയാണ്, മൊത്തം പേര് ലംഘിക്കുകയാണ്. ക്രിസ്തുവിനോട്, ഇസ്രായേലിനോട് ലംഘിക്കുകയാണ്, ക്രിസ്ത്യാനികളോട് ലംഘിക്കുകയാണ്. ക്രിസ്ത്യാനി ഭൂമിയിൽ വേണ്ടാന്ന് ആമേൻ ലംഘിച്ചു നിൽക്കുകയാണ്. ആമേൻ അവരെ സഹായിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ചൈന, റഷ്യ, അല്ലെങ്കിൽ ഉത്തര കൊറിയ ഇപ്രകാരമുള്ളവരുടെ ആയുധം കൊടുക്കാമെന്ന് അവർ ലംഘിക്കുന്നവർക്ക് ആമേൻ നമ്മളെ ഒരു അക്രമിയെ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താൽ എങ്ങനെയായിരിക്കും? ഒരു അക്രമിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ഒരു ആള് ലംഘനം ചെയ്യാൻ വേണ്ടി ലംഘിക്കുക, അടുത്ത ആളിനെ കൊല്ലുന്നത് ലംഘനമാണ്. പക്ഷേ ആ മനുഷ്യന് വേണ്ടി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചാൽ എപ്രകാരമായിരിക്കും? കൂടുതൽ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുവാനിടയിൽ തീരും. ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ ഇറാൻകാര് അല്ലെ കൂടുതൽ ആൾക്കാരെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആ ഇറാൻകാർക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ റഷ്യ, ചൈന, ഹല്ലേലൂയ ആമേൻ ഉത്തര കൊറിയ, അവിടെ നടക്കുന്നത് എന്താണെന്നൊന്നും അവർക്കറിയണ്ട. ആമേൻ ദൈവജനം എന്താ പറയുന്നത്? കള്ളനോട് അനുകൂലപ്പെടരുതെന്നാണ് പറയുന്നത്. വ്യഭിചാരിയോട് പങ്കുകൂടരുത്, ദുഷ്ടനോട് സമ്പർക്കരുത്, കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടരുത്, വ്യഭിചാരിയോട് പങ്കുകൂടരുത്, ദോഷം അക്രമം കാണിക്കുന്നവരോട് പങ്കുകൂടരുത്. ലോകക്കാരെന്താ ചെയ്യുന്നത്? അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അത് തന്നിമിത്തം അത് ഒത്തിരി വർദ്ധിക്കുവാൻ തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ് ഇവിടെ ഭൂതല രാജാക്കന്മാരൊക്കെയും ആമേൻ ലംഘിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂതല രാജാക്കന്മാരൊക്കെയും ലംഘിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഭൂതല രാജാക്കന്മാർ പറയുന്നത് എന്താണ്? ആമേൻ നമ്മുടെ പ്രൈസ് ദി ലോർഡ് രാജ്യത്തിന്റെ പേരെന്താണ്? പാലസ്തീൻ പോരാളികൾ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അറബി നാട്ടിലുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഒത്തിരി പേര് അവര് പാലസ്തീൻകാർ നിൽക്കുന്നത് അവരുടെ മത ഗവൺമെന്റിനെ ഉറപ്പിക്കുവാൻ, മത ആചാരങ്ങളെ നിവർത്തുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. അവരുടെ മതത്തിനു വേണ്ടി ഏത് തരത്തിലുള്ള ലംഘനവും ചെയ്യുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ പാലസ്തീൻ ജനത. ആ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ രാജാക്കന്മാര് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർക്ക് വേണ്ടി അവരെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ ആയുധം കൊടുക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയിരിക്കും? ഒരു അക്രമിയുടെ കയ്യിൽ ആയുധം കിട്ടിയാൽ എങ്ങനെയിരിക്കും? അവന് സ്വാതന്ത്ര്യം കിട്ടിയാൽ എങ്ങനെയിരിക്കും? കൂടുതൽ അതിക്രമങ്ങൾ ചെയ്യത്തുള്ളൂ, ലംഘനം ചെയ്യുകയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയാണ് ലോകത്തിൻ്റെ ആമേൻ ഇരിപ്പ്. ആമേൻ ഇവിടെ ചൈന പറയുന്നു, റഷ്യ പറയുന്നു, ഉത്തര കൊറിയ പറയുന്നു, ഹല്ലേലൂയ, ഇപ്രകാരമുള്ള ലംഘിക്കുന്നവർക്ക് ആയുധം കൊടുക്കാം. ആമേൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരെ ആക്രമിക്കുവാൻ, ഇസ്രായേലിനെ ആക്രമിക്കുവാൻ, അമേരിക്കയെ ആക്രമിക്കുവാൻ, ഹല്ലേലൂയ, അക്രമികൾക്ക് ആയുധം കൊടുക്കാമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തില് പ്രൈസ് ദി ലോർഡ് ഇവിടെ ഭക്തൻ പറയാണ്, ആമേൻ, നമ്മളിവിടെ ആയുധബലവും അശ്വബലവും അല്ല, ആമേൻ, ബലവും ആമേൻ പരീക്ഷിക്കേണ്ട സമയമല്ല. ഇവിടെ നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറയുക എത്ര വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഏത് വംശങ്ങളുടെ, ഏത് ഭാഷകളുടെ, ഏത് ഗോത്രങ്ങളുടെ, ഏത് കുലങ്ങളുടെ ജീവിതത്തിൽ, ആരുടെ ആമേൻ വർണ്ണങ്ങളുടെ ഭാഷ, ആരുടെ ജീവിതത്തിൽ അല്ലെ ലംഘനം ഉണ്ടായാലും അത് ഏറ്റുപറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. അല്ലെങ്കിൽ ആമേൻ വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇവിടെ ഭക്തൻ പറയുന്നത്, ഞാൻ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവത്തോട് പറഞ്ഞു. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിച്ച് കേട്ട പ്രകാരം, ഹല്ലേലൂയ, ആമേൻ, ഭക്തൻ പറയുകയാണ്. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനത്തിലൂടെ ഇവിടെ 32-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് എന്താ പറയുന്നത്? ആമേൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ഈ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ആമേൻ, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, ആമേൻ, എൻ്റെ പാപം, എൻ്റെ അകൃത്യം ദൈവത്തോട് ഏറ്റു പറയാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്നുള്ളതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ, ആരുടെ ജീവിതത്തിൽ, നമ്മുടെ ജാതി വർണ്ണ ഭാഷ ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നാലും, വർണ്ണങ്ങളിൽപ്പെട്ടവർ, രാജ്യങ്ങളിൽപ്പെട്ടവരായിരുന്നാലും, ഏതൊരു രാജാവായിരുന്നാലും, ആമേൻ, ഏതൊരു പ്രഭുവായിരുന്നാലും, ഏതൊരു തമ്പുരാനായിരുന്നാലും, ആമേൻ, ഏതൊരു അധിപതിയായിരുന്നാലും, തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നവർക്ക് കരുണ ലഭിക്കും. നേരെമറിച്ച് ധിക്കരിക്കാതെ, ഭൂമിയും പൂർണ്ണതയും ദൈവത്തിൻ്റെ ഹിതം പോലെ ധിക്കരിക്കാതിരിക്കുകയാണ്. സൂര്യൻ ധിക്കരിക്കാതിരിക്കുക, ചന്ദ്രൻ ധിക്കരിക്കാതിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഹല്ലേലൂയ ലംഘനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളവരാണ്. പലരെയും നമ്മൾ വാക്കിനാൽ, ചിന്തകളാൽ, സംസാരത്താൽ പലപ്പോഴും നമ്മൾ പലർക്കും ലംഘനമായി തീർന്നു. പലരുടെയും ജീവിതത്തിൽ നാം നിമിത്തം ഒത്തിരി ദോഷങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിമിത്തം പലരും മറ്റുള്ളവർക്കും. ഇതെല്ലാം നമ്മൾ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ നിമിത്തം മറ്റുള്ളവർക്ക്, മറ്റുള്ള സഹോദരൻ സഹോദരിക്ക്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഭവിച്ചു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ നന്നായി കഴുകി വെടിപ്പി ബാക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷം എന്നെ ഉഡിപ്പിക്കണമേ എന്ന് നമുക്ക് പറയാം. പകൽക്കാലത്തിൽ ഈ ശബ്ദം കേട്ട ദൈവമക്കളെ ഓർത്ത് പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവാത്മാവ് പിന്നെയും എന്നോട് പ്രഭാതത്തിൽ അവ കൃത്യമായിട്ട് ഇതിനെ ഉപദേശിക്കുകയായിരുന്നു. എങ്കിൽ തന്നെയും നമ്മൾ സഭയോട് പറയുമ്പോൾ അത് അത്രത്തോളം ചിലപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. എന്ന പകൽക്കാലത്തിൽ കർത്താവ് നൽകിയ ആലോചനയെ ഞാൻ ആമേൻ ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ മുൻപിൽ കൈമാറേണ്ടിയിരുന്നു. അപ്പോൾ ഈ ആലോചന എല്ലാവരുടെയും ജീവിതത്തിൽ, യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്തൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ് പറയുകയാണ്, യേശു, എൻ്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ ലംഘനങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു. എനിക്ക് സ്വസ്ഥത, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെ ഹിമത്തെക്കാൾ വെളുപ്പിക്കേണ്ടതിന് ആമേൻ എന്നെ കഴുകണമേ. ആമേൻ. നമ്മൾ ഓരോരുത്തരും ദൈവം പോലെ ജീവിപ്പാൻ അതേയപ്പ എല്ലാവരെയും ഏൽപ്പിച്ച് തരികയാണപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പണം ചെയ്യുന്നു. മുഴുവൻ പേരെയും സഭയെ സമ്പൂർണമായി സമർപ്പണം ചെയ്യുകയാണപ്പാ. ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവേ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്നുള്ളതാകുന്നു. എൻ്റെ ഹല്ലേലൂയ രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഇന്ന് പകൽക്കാലത്തിൽ എത്ര പേർ അകൃത്യങ്ങളെ, ലംഘനങ്ങളെ ഓർത്ത് ദൈവത്തോട് പറയും. രാജാക്കന്മാരെല്ലാവരും പറയട്ടെ, നാളുകളിൽ വംശങ്ങൾ പറയട്ടെ തങ്ങളുടെ ലംഘനങ്ങളെ. നമ്മൾ ആമേൻ ഒരു രാഷ്ട്രത്തിനും ഒരു രാജ്യത്തിനും എതിരല്ല, ഒരു വംശത്തിനും ഭാഷയ്ക്കും ഗോത്രത്തിനും എതിരല്ല. എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കേണ്ടവരാകുന്നു. ആരുടെ സ്വത്തുകൾക്കെതിരല്ല, ആരുടെ സമ്പാദ്യത്തിന് എതിരല്ല, ആരുടെ നന്മകൾക്കെതിരല്ല. ഇന്ന് ഹല്ലേലൂയ
ലംഘിക്കുന്നവര് ശാസിക്കുന്നവരോട് പറയുകയാണ്, ലംഘിക്കുന്നവരെ ശാസിക്കുവാനായി കടന്നു വരുന്നവരോട് ചിലരൊക്കെ പറയുന്നത്, അമേരിക്ക ഇപ്രകാരമുള്ള ലംഘനം ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോൾ ലോകക്കാർ പറയുന്ന ഇറാഖിലുള്ള അവരുടെ നന്മകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. പെട്രോളിയം, അവരുടെ സ്വർണം, ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലംഘനത്തെ നമ്മൾ ഏറ്റുപറയണം കർത്താവിനോട്. അതോടുകൂടെ നമുക്ക് എല്ലാവർക്കും കാരണം ലഭിക്കും. യുദ്ധമൊക്കെ അങ്ങ് മാറും. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും, പ്രതികൂലം മാറും, പ്രതിസന്ധികൾ മാറും, പ്രശ്നം മാറും. അതേപോലെ ഇന്ന് പകൽക്കാലത്തിൽ സഭയെ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊടുക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു. പിന്നെയും ഞങ്ങളെ നയിക്കണേ ഒപ്പം. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപക്കറകൾ, ശാപങ്ങൾ, ഞങ്ങളുടെ ലംഘനങ്ങൾ എല്ലാം ഞങ്ങൾ അറിയുന്നു. ഭക്തനോടുകൂടെ ചേർന്ന് അറിയുന്നു. അത് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. അത് നിമിത്തം ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. ഞങ്ങൾ പലപ്പോഴും രോഗികളാണ്. പലപ്പോഴായി ഞങ്ങൾ ഭാരപ്പെടുന്നു. പലപ്പോഴായി ഞങ്ങൾ ബലഹീനരാകുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു ഇന്ന് പകൽക്കാലത്തിൽ. അങ്ങനെ ഏറ്റുപറയുന്നവന്റെ കരുണ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മനസ്സല് ഉണ്ടാകും. അത് നമ്മൾ അനുഭവിക്കും. ആമേൻ. അതിലൂടെ ദൈവത്തിന്റെ നന്മകൾ നമ്മൾ പ്രാപിക്കും. ദൈവിക അനുഗ്രഹങ്ങളെ അവകാശമാക്കി തീർക്കും. ദേപ്പാ ഇന്ന് പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളോട് ഇന്ന് പകൽക്കാലത്തിൽ ലംഘനങ്ങൾ, എൻ്റെ ഭക്തന്റെ ലംഘനം, മാനവ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലംഘനം, രാജാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലംഘനം, രാജ്യങ്ങളുടെ മേലുണ്ടാകുന്ന ലംഘനം, ഹല്ലേലൂയ, വംശങ്ങളുടെ മേൽ വംശങ്ങൾ ഉണ്ടാക്കുന്ന ലംഘനം, ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ ഉണ്ടാക്കുന്ന ലംഘനം. ഈ ലംഘനങ്ങളെ ആരറിയുന്നു? ലംഘിക്കുന്നവന്, ലംഘനം ചെയ്യുന്നവന് ആയുധം കൊടുത്ത് സഹായിക്കാമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത്. ആമേൻ. നശിപ്പിക്കുന്നവൻ ആയുധം കൊടുക്കാമെന്ന്. ആമേൻ. സീമാവാസികളെ നശിപ്പിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നവനെ ആയുധം കൊടുക്കാമെന്ന്, അവന് സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കാമെന്നാണ് ലോകം പറയുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ലംഘനം ചെയ്യുകയില്ലെന്ന് ഇസ്രായേലിന്റെ രാജാവാകുന്ന ദാവീദിനോട് കൂടെ ചേർന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? കർത്താവ് ഞങ്ങളോട് സംസാരിപ്പാനിടയിൽ തീർന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം. ഇന്ന് പകൽക്കാലത്തിൽ കൂടി വന്ന മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലോ അപ്പാ, യേശുവിൻ്റെ കരത്തിൽ തരുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് അയക്കണം. എല്ലാവരുടെ കാര്യങ്ങൾ സാധ്യമാക്കി അയക്കണമേ. ഞങ്ങളുടെ മടക്ക യാത്ര കർത്താവെ, തുടർന്ന് വരുന്ന ആഴ്ചയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും കർത്താവ് കൂടെ ഇരിക്കണം. എല്ലാ പ്രയാണങ്ങളോടും എല്ലാ ആവശ്യങ്ങളോടും ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നിനാലും വലയുവാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോട് പിരിയുന്നു. സമാധാനത്തിന് ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവകത്തെ കുറിച്ച് എല്ലാം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ